ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചക്കയാലുവ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമേ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു വരിക്കച്ചക്ക കിട്ടി. അപ്പോൾ ഇന്ന് അതെടുത്ത് ഹലുവ ഉണ്ടാക്കുവാണേ. മിക്കപ്പോഴും ഇവിടെ പഴുത്ത ചക്ക കിട്ടുമ്പം വഷ്ണയപ്പമാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ചക്ക ഹലുവ ഉണ്ടാക്കുവാണേ. രാവിലെ തന്നെ ചക്കയെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞെടുത്ത് അത് നല്ലപോലെ വഴറ്റിയെടുത്തതിലോട്ട് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എങ്കിൽ പിന്നെ വീഡിയോസ് കൂടെ എടുത്തേക്കാമെന്ന്. ചക്ക വറുക്കുന്നതിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഞാനും മമ്മിയും കൂടെ മാറി മാറിയാണ് ഇത് ഇളക്കിക്കൊണ്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അതുമല്ല ഈ ഉരുളിയുടെ അടിവശത്ത് ഭയങ്കര കനക്കുറവായതുകൊണ്ട് അടുക്കി പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് വേറെ നല്ലൊരു കട്ടിയുള്ള ഉരുളിയിലോട്ട് എടുത്ത് മാറ്റിയിരിക്കുവാണേ. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ, ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നല്ല രീതിയിൽ കിട്ടണം. അപ്പം ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ഏലക്കായും പഞ്ചസാരയും, ഈ 3 കാര്യങ്ങൾ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. നിങ്ങൾ പാല് തിളപ്പിച്ചിട്ടുള്ള പാൽപ്പാടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. ഇന്ന് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെളുപ്പിന് തന്നെ മമ്മി അതിൽ നിന്ന് നെയ്യ് ഒരുക്കിയെടുത്തിട്ടുണ്ട്. അതാണിത്. ഇത്രയധികം നെയ്യൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ചക്കയലുവ തന്നെ ഉണ്ടാക്കാനായിട്ട് തന്നെ തീരുമാനിച്ചത്. താഴ്ഭാഗത്ത് കാണുന്ന നെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഒരുക്കിയെടുത്തിരുന്നതാണ്. ഇന്ന് വെളുപ്പിനെ ഒരുക്കിയെടുത്ത നെയ്യാണ് മുകൾ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. നെയ്യ് തൂത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടാണ് ഇനി അലുവയൊന്ന് സെറ്റ് ആകാനായിട്ട് എടുത്ത് വെക്കുന്നത്. ചൂടാറുന്നതിന് മുന്നേ തന്നെ സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ ഉരുളിയിലിരുന്ന് കട്ട പിടിക്കും. പിന്നെ നമുക്കത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ. അങ്ങനെ ചക്ക അലുവ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടണം. അപ്പം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാനും പാടുള്ളൂ. ഇനി ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഇത് മുറിച്ചെടുത്തുനിന്ന് കഴിക്കാനാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് ഇത് സെറ്റാകാനായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരുന്നത്. ഇതിപ്പോൾ രാത്രിയായിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏതായാലും മുറിച്ച് കഴിച്ച് നോക്കട്ടെ. പെട്ടെന്ന് ചവച്ച് കഴിക്കരുത്. നല്ല രീതിയിലൊന്ന് അലിയിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് മിക്കവരും ഏതെങ്കിലും ചക്കയലുവ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ചക്കയലുവ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.